അസ്സലാമു അലൈക്കും. പാണക്കാട്ടെ ചൊവ്വാഴ്ചകൾ ഭയങ്കര രസമാണല്ലേ. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ഒരു അനുഭൂതിയോടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ വീട്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ചകൾ അവിടെ ഭയങ്കര രസം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാണക്കാട്ടെ ഒരു ചൊവ്വാഴ്ച ഓർമ്മ എൻ്റെ മനസ്സിലിങ്ങനെ തെളിയാണ്. അന്ന് +1 പഠിക്കുന്നൊരു പെൺകുട്ടി, അവൾ ഉപ്പാനോട് വാശി പിടിച്ച് പോയതാണ്. എനിക്ക് പോയേ പറ്റൂ, എനിക്ക് പാണക്കാട് വീട്ടിൽ, എനിക്ക് ശാബ്ദങ്ങൾ ജീവിച്ച വീട്ടിൽ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ച് പോയതാണ്. അതിന് പോകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ശാബ്ദങ്ങളോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു ആത്മീയ നേതാക്കന്മാരോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോട് അങ്ങനെ താല്പര്യമൊന്നും വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ശാബ്ദങ്ങളോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടെ പോയി. അപ്പോൾ വലിയ ആൾക്കൂട്ടാണ്, ഒരുപാട് ആളുകൾ, കൊടപ്പനക്കൽ തറവാട് നിറയെ ആളുകളുണ്ട്. ആ സമയത്ത് തങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആ ആളുകളുടെ കൂട്ടത്തിൽ. അങ്ങനെ നിന്നു. അപ്പോൾ കുറേ ആളുകൾ, എവിടെ നിൽക്കുകയോ വന്ന ആളുകൾ, ഒരുപാട് മനുഷ്യർ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. തൂവെള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ, സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അത്ര മനോഹരമായിട്ട് തങ്ങളെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് പോലെ ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നത്. ആ സമയത്താണ് സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു പരിചയമുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസിൽ പലപ്പോഴും കാണാറുള്ള പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ശിഹാബ് തങ്ങളുടെ ഇളയ മകനാണ് ആ വന്നത് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അപ്പോൾ ആളുകളൊക്കെ തങ്ങൾ വന്ന സമയത്ത് എല്ലാവരും ക്യൂ നിന്നിട്ടാണ് തങ്ങളെ കാണുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കുന്ന തങ്ങളെ അവളിങ്ങനെ കാണുന്നുണ്ട്. അവളൊരു ആ ലേഡീസിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്ന ഒരു സൈഡുണ്ട്. അവിടെ ഒരു ചെറിയൊരു സ്പേസിൽ തങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. തങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭൂതിയാണ് അവളെ മനസ്സിൽ മൊത്തം. അങ്ങനെ തങ്ങളിങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച തങ്ങൾ കണ്ടു. ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്, ഒരു +1 പഠിക്കുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി തങ്ങളെ നോക്കിയിട്ട് അവിടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച തങ്ങൾ കണ്ടു. തങ്ങളിത് കണ്ട സമയത്ത് അദ്ദേഹം തിരിച്ചവൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പുഞ്ചിരി സമ്മാനിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായൊരു പുഞ്ചിരി. എന്നിട്ട് തങ്ങളിങ്ങനെ ലേഡീസിൻ്റെ ഭാഗത്തേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് തങ്ങളവളെ ചിരിച്ചുകൊണ്ട് ഒരു ഭയങ്കര സ്വീകരണമായിരുന്നു അത്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് തങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് വന്നപ്പോഴും അവൾ തങ്ങളെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുക. ആ സമയത്ത് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവളോട് പറഞ്ഞു, അടുത്തേക്ക് വാ എന്നുള്ള രൂപത്തിൽ എന്നെ മാടി വിളിച്ചു, കൈ കാട്ടിയിട്ട് എന്നെ വിളിച്ചു. ആ സമയത്ത് അവൾ പെട്ടെന്ന് അങ്ങോട്ട് തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് അവളുടെ ഉപ്പയുണ്ട് കൂടെ. അപ്പോൾ തങ്ങൾ വിളിച്ച ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പം അവളുടെ ഉപ്പ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാനൊരു എന്താ പറയുക, നിങ്ങളെ കാണുന്ന പറഞ്ഞിട്ടൊരു സൗകര്യം കെടുത്തിട്ട് കൊടുക്കുന്നതാണെന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞു, വാ അകത്തേക്ക് വാ. അങ്ങനെ ഒരുപാട് ആളുകൾ, കൊടപ്പനക്കൽ തറവാട് മുഴുവൻ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത്, നൂറുകണക്കിന് ആളുകൾ ആ മുറ്റത്ത് അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് തങ്ങൾ ഒരു ചെറിയൊരു പെൺകുട്ടിനെ, ഒരു +1 പഠിക്കുന്ന ഒന്നുമല്ലാത്തൊരു സാധാരണ ഒരു പെൺകുട്ടിനെ വിളിച്ചിട്ട് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട്, അന്ന് ഒരു അഡ്രസ്സ് ഇല്ലാത്ത കാലത്ത് ആ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആ വലിയ തിരക്ക് അവിടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും ഇന്നത്തെ ഒരു കേസിലാണെങ്കിൽ ചിന്തിക്കാൻ പറ്റും. കാരണം എന്താ പറയുക, അത്രയും തിരക്കാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ, പ്രത്യേകിച്ചും ചൊവ്വാഴ്ചകളിൽ. പക്ഷെ ആ തിരക്കിലും അന്ന് അദ്ദേഹം ഒരു 10-15 മിനിറ്റോളം അവളെ കൂടെ സ്പെൻഡ് ചെയ്യാണ്. ജീവിതത്തിൽ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് എൻട്രി കിട്ടിയ കുറേ മനുഷ്യന്മാരെ ഞാൻ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതിനോളം മനോഹരമായിട്ടുള്ള ഒരു അനുഭവം അതിന് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വല്ലാതെ ഇമോഷണലായി പോകുന്നുണ്ട്. ഈ ഒരു കഥ പറഞ്ഞാലുള്ളൊരു പ്രശ്നം അത്. ഈ ഒരു കഥ പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് അന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നെ സ്വീകരിച്ചതെന്നുള്ളതാണ്. എന്നോട് ചോദിച്ചു, എന്നിട്ട് ഫാമിലിനെ പരിചയപ്പെടണമെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ ഹാനിയത്തൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി എനിക്ക് ഹാനിയത്തനെ പരിചയപ്പെടുത്തി തന്ന്. എന്നിട്ട് തിരിച്ചു പോരാൻ നേരത്തെ എൻ്റെ കയ്യിലൊരു കാർഡ് തന്നിട്ട് പറഞ്ഞു, എൻ്റെ പേഴ്സണൽ കാർഡാണ്, വിളിക്കണം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തൊരു പേഴ്സണൽ കാർഡും തന്നിട്ടാണ് എന്നെ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് എനിക്ക് പൊതുവേ ഞാനിങ്ങനെ എത്രയും വലിയൊരു മനുഷ്യനെ അങ്ങോട്ട് വിളിക്കുക എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ കുറേ കാലം അത് അവിടെ അങ്ങനെ വെച്ചു. ഒരുപാട് കാലം, ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഞാനത് അങ്ങനെ വെച്ചു.
പിന്നീടും യുവജനയാത്രയിൽ ഒരു വർഷത്തിന് ശേഷം എന്നെ വീണ്ടും കാണുന്ന സമയത്തും എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് തങ്ങൾക്ക് എന്നെ മനസ്സിലായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് പിന്നീട് പോകുന്നതും. ഞാൻ വിചാരിച്ചിരുന്നത് തങ്ങൾ എന്നെ മറന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ട ഒരാളെ തങ്ങൾ എങ്ങനെയാണ് പിന്നെ ഓർക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഒരു വർഷത്തിന് ശേഷം കണ്ടപ്പോഴും തങ്ങൾ എന്നെ ഓർത്തിരുന്നു എന്നുള്ളതാണ്. എൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് പ്രിയപ്പെട്ട MSF ദേശീയ അധ്യക്ഷൻ അഹമ്മദ് സാജുക്ക തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാചകം ആ സ്റ്റേജിൽ വെച്ചിട്ട് പറയുണ്ടായി. അപ്പോൾ ആ ഒരു വാക്ക് കേട്ട സമയത്ത് ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നിട്ട് കരയുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഉണ്ടായതുകൊണ്ടാണ്. അഥവാ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലങ്ങളിലൊക്കെയും എല്ലാ ഒരുക്കങ്ങളിലും എനിക്ക് കരുതലിൻ്റെ തണുപ്പ് പകർന്ന പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തിൽ ആ സമർപ്പണത്തിൽ കുറിച്ചിട്ടതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ തകർന്ന് തരിപ്പണമായ ഏത് കാലത്തും പാണക്കാട്ടെ വീട് എനിക്കൊരാശ്രയമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് കിട്ടിയ ആ എൻട്രി പോലെ തന്നെയാണ് പിന്നീട് ഓരോ നിമിഷങ്ങളിലും ആ തറവാട് അല്ലെങ്കിൽ ആ വീട് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തൊരു കാര്യത്തിനും ഞാൻ നെർഗിനോട് അല്ലെങ്കിൽ നെർഗിയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട്, നെർഗി ഒരുപക്ഷെ ബാപ്പാന്ന് വിളിക്കുന്നതും ഞാൻ തങ്ങളെന്ന് വിളിക്കുന്നതും എനിക്ക് മാറ്റമൊന്നും തോന്നാറില്ല എന്നുള്ളത്. കാരണം നെർഗി എന്ന് പറയുന്നത് തങ്ങളെ മോളാണ് ഫാത്തിമ നർഗീസ് ശിഹാബ്. നെർഗിയെ ഇപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കാരണം നെർഗി പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ വളരെ ആക്റ്റീവായിട്ട് ഒരു പബ്ലിക് സ്പീക്കർ എന്നുള്ള ലെവലിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പലപ്പോഴും നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ നെർഗിയെ കാണാറുണ്ട്. അവരുടെ പ്രസംഗങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നെർഗിയോട് ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ ബാപ്പാന്ന് വിളിക്കുന്നതും ഞാൻ തങ്ങളെന്ന് വിളിക്കുന്നതും എനിക്കൊരു വ്യത്യാസം തോന്നാറില്ല എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ പിതാവിനോളം സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ് പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ ജീവിതം ഞാൻ ഒരു ഹോപ്പിലിങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നത്, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഓടിച്ചെല്ലാൻ പാണക്കാട്ടെ തറവാടുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം കൂടെ എൻ്റെ ജീവിതത്തിനുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ എനിക്കറിയില്ല, അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ സങ്കടങ്ങളെ കേൾക്കാൻ അങ്ങനെ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമാണ്. അങ്ങനെ ആ ഒരു വീട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ധൈര്യവും